ഇന്ത്യ നൽകിയ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വൈദഗ്ധ്യവും ശേഷിയുമുള്ള പൈലറ്റുമാർ മാലദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിൽ ഇല്ലെന്ന് പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൺ. 76 ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ദ്വീപ് വിട്ടതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ. 2 ഹെലികോപ്റ്ററുകളും 1 ഡോർണിയർ വിമാനവുമാണ് മാലദ്വീപിന് ഇന്ത്യ നൽകിയത്. മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചതിനെക്കുറിച്ചും പകരം ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരെ നിയമിച്ചതിനെക്കുറിച്ചും മാധ്യമങ്ങളെ അറിയിക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗസൻ മൗമൂൺ ഇക്കാര്യം പറഞ്ഞത്. വിവിധ കാരണങ്ങളാൽ തങ്ങളുടെ സൈനികരുടെ പരിശീലനം പൂർത്തിയായിട്ടില്ല. 2 ഹെലികോപ്റ്ററുകളും ഡോർണിയറും പറത്താൻ ലൈസൻസ് ഉള്ളവരോ പൂർണ്ണമായും പ്രവർത്തനക്ഷമമോ ആയ ആരും ഇപ്പോൾ ഞങ്ങളുടെ സേനയിൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദ്വീപിലെ എല്ലാ ഇന്ത്യൻ സൈനികരെയും മെയ് 10-നകം പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ത്യ സൈനികരെ പിൻവലിച്ചു. സൈനിക ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാരെ മാറ്റാൻ മാലദ്വീപ് സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് മാലദ്വീപ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ സൈനികർക്ക് പകരം സിവിലിയന്മാരെ നിയമിക്കാനുള്ള കരാറിൽ പ്രാദേശിക പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി സമീർ പറഞ്ഞു.